ഫാക്ട് കോട്ടേഴ്സിൽ നെസ്റ്റ് അടിച്ചതിന് ശേഷം നേരെ ഹോട്ടലിലേക്ക് വന്നു ഞാനും സി ചേച്ചിയും കൂടെ. വേഗം ഡ്രസ്സ് മാറി ഒരു ഇടം വരെ പോകാനുണ്ട്. എന്താണെന്നറിയാമോ, എൻ്റെ ഒരു ഫ്രണ്ടിന് ആഫ്റ്റർ 20 ഇയേഴ്സ് സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. ആൾ ഫിലിം ഫീൽഡിലാട്ടോ, വലിയ പുലിയ ഡിസൈനറാണ്. ഇതാ വരുന്നു. സി ചേച്ചി മൊബൈൽ എടുത്തിരിക്കുന്നു. ഞാൻ സൈഡിൽ ഒന്നും മിണ്ടാണ്ടിരിക്കുക, ഒരു പരിചയഭാവം പോലും കാണിക്കാണ്ടിരിക്കുക. ബാക്കി നിങ്ങൾ നേരിട്ട് കണ്ടോളൂ. കോളിൽ ഒരു മിനിറ്റ്, ഞാൻ ഇവിടെ വീഡിയോ കോൾ ചെയ്തോണ്ടിരിക്കുക. ഇതാരാ? എനിക്ക് മനസ്സിലായി. എവിടെ ഞാൻ വെച്ച് ശരണ്യൊക്കെ കൊറേ നാളെ വീഡിയോ എടുക്കാൻ ഞാൻ എക്സ്പ്രഷൻ അയക്കുന്നു. ഞങ്ങളുടെ കോസ്റ്റ്യൂമിൽ ആരെങ്കിലും എനിക്ക് എങ്ങനെയത് ഞങ്ങള് തമ്മിൽ കോണ്ടാക്ട് ഉണ്ട്. ആണോ? അപ്പൊ സർപ്രൈസ് കൊടുക്കാന്ന്. എവിടെ ചെന്നൈ. കൊറേ നാളായിട്ട് ഒരു കോണ്ടാക്ട് ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, ഇൻസ്റ്റയിലൊക്കെ ഉണ്ട്. നിങ്ങളെങ്ങനെയാണ് പരിചയം? നിങ്ങളെങ്ങനെയായിരുന്നു? സി ചേച്ചി സുനിലിനോട് സെൻട്രൽ സ്ക്വയർ മോളിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ നല്ല ഡിന്നറൊക്കെ കഴിക്കാൻ വേണ്ടി പുറത്തു പോയി. രണ്ടുപേരും മൂവിയിൽ കോസ്റ്റ്യൂം ഡിസൈനേഴ്സാണ് കേട്ടോ. സുനിൽ എൻ്റെ കൂടെ ഫാഷൻ ഡിസൈനിങ് പഠിച്ചതാണ്. സി ചേച്ചി എൻ്റെ കൂടെ ഫാക്കൾട്ടി ആയിട്ട് വർക്ക് ചെയ്തതാണ്. അങ്ങനെയാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പെല്ലാം. സി ചേച്ചീനെ സുനിലിനെ ഞാനാണ് 20 വർഷം മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പക്ഷേ ഞാൻ സുനിലിനായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നില്ല ഇത്രയും വർഷം. ആഫ്റ്റർ ഓൾ ഓക്കെ, ഒരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. ശേഷം ഞങ്ങൾ കടവന്ത്രയിലുള്ള ഗ്രീൻ സ്പൂണിലെ ഡിന്നറും ചിറ്റ്ചാറ്റും ബഹളമായി. എന്താണെന്ന് മനസ്സിലായോ? സംഭവം ഇത്രയേ ഉള്ളൂ. സി ചേച്ചി സുനിലിനോട് സെൻട്രൽ സ്ക്വയറിൽ വരാൻ പറഞ്ഞു കേട്ടോ. അവിടെ വന്നു. പക്ഷേ ഞാൻ ഒരു പരിചയഭാവം ഇല്ലാതെ എന്നെ കണ്ടാൽ മനസ്സിലാവേണ്ടെന്ന് ചേച്ചി ഞാൻ മാറിയിരുന്നതാണ്. അപ്പോൾ സുനിൽ വന്നിട്ട് എന്നെ കണ്ടു, പക്ഷേ ആരാന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ സുനിലിൻ്റെ അടുത്ത് ചോദിച്ചു, ഹായ് സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിച്ചെന്നോടും സുഖമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ കണ്ട് എന്താണ് സുഖമാണോ ചോദിച്ചത്. അങ്ങനെ ഒരു ഡൗട്ട് എനിക്ക് വന്നു. കണ്ടിട്ടും ഒരു എക്സ്പ്രഷൻ ഇല്ലല്ലോ. അപ്പോൾ ഞാനത് സി ചേച്ചിയോട് ചോദിക്കുന്നത്, എന്താണ് എക്സ്പ്രഷൻ ഇല്ലാത്ത? ഞാൻ ഐ വാസ് എക്സ്പെക്ടിങ് എന്നൊക്കെ പറഞ്ഞൊരു എക്സ്പ്രഷനൊക്കെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പ്രഷൻ കാണാണ്ടായപ്പോൾ ശരിക്കും സർപ്രൈസ്ഡ് ആയിരുന്നു ഞാൻ ഷോക്കായി ഇതെന്താണ് എന്നുള്ളത്. അപ്പോൾ ചേച്ചി പറയാം, മനസ്സിലായാലല്ലേ എക്സ്പ്രഷൻ വരുമെന്ന്. അതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ അതാണ് സുനിൽ പറയുന്നത്, ഞാൻ വേറെ ആരോ എന്ന് വിചാരിച്ചു, എനിക്ക് മനസ്സിലായാലല്ലേ എക്സ്പ്രഷൻ ഇടാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സർപ്രൈസ് ആയില്ലേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ആർക്കെങ്കിലും സർപ്രൈസ് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? അതോ നിങ്ങളും ആരെങ്കിലും നിന്നും സർപ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് പറയണേ. ഓക്കെ, അപ്പോൾ ബൈ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ.